വചനോത്സവം ഓൺലൈൻ തിരുമുഖ ആരാധനയിലേക്ക്, ഈശോയുടെ തിരുവചനത്തെ സ്നേഹിക്കുന്ന ആരാധനയിലേക്ക് ഇന്നേ ദിവസം ഉറങ്ങുവാൻ പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് പ്രവേശിക്കാം. സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ കുർബാനയിൽ വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യനായി അവതരിച്ച ഈശോ തൻ്റെ സാന്നിധ്യമായി വിശുദ്ധ കുർബാനയിലുണ്ട് എന്ന വലിയ ബോധ്യത്തിലും ഈശോയുടെ നാവിൽ നിന്നും അരുളി ചെയ്ത വചനങ്ങൾ ജീവനുള്ള വചനങ്ങളാണ് വിശുദ്ധ ഗ്രന്ഥമായി നമ്മുടെ കൈകളിൽ നിന്നുള്ള ഉറച്ച ബോധ്യത്തിൽ നമുക്ക് ജീവിക്കുവാൻ സാധിക്കണം. ഈശോയുടെ തിരുമുഖത്തെ അനുദിനം നമുക്ക് ആരാധിക്കണം. ഈശോയുടെ തിരുവചനത്തെയും അനുദിനം നമ്മൾ സ്നേഹിക്കണം. ഇന്നേ ദിവസം നമ്മൾ ധ്യാനിക്കുവാനെടുക്കുന്ന തിരുവചനം വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങളാണ്. ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. വാസ്തവത്തിൽ ഞങ്ങൾ ഇവിടെ നെടുവേർപ്പെടുകയും സ്വർഗീയ വസതി ധരിക്കുവാൻ വെമ്പൽ കൊള്ളുകയുമാണ്. നിറഞ്ഞ വചനത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ പൗലോസ്ലീഹ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. വിശുദ്ധാത്മാവിനാൽ പൗലോസ്ലീഹ നമ്മളോട് പറയുകയാണ്, അതായത് ഭൗമിക ഭവനം നശിച്ചു പോകുമെന്നും ശാശ്വതമായ നിലനിൽക്കുന്നതുമായ ദൈവത്തിൽ നിന്ന് പണിതപ്പെട്ടതുമായിട്ടുള്ള ഒരു സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ട് എന്നുള്ള ബോധ്യം പൗലോസ്ലീഹയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. സ്വർഗീയ ഭവനത്തെ പറ്റിയുള്ള വലിയ സ്വപ്നങ്ങളും ആ സ്വർഗീയ ഭവനത്തിൽ എത്തിച്ചേരുവാൻ വേണ്ടിയുള്ള തീവ്രമായ ആഗ്രഹവും. അതുകൊണ്ടാണ് ഈ പൗലോസ്ലീഹ പറയുന്നത്, ഇവിടെ നെടുവീർപ്പിടുകയും സ്വർഗീയ വസതി ധരിക്കുവാൻ വെമ്പൽ കൊള്ളുകയുമാണ് എന്നുള്ളത്. സ്നേഹം നിറഞ്ഞവരെ, ഈ ഭൂമിയിൽ നമ്മൾ നിലനിൽക്കുന്നവരല്ല. നമുക്ക് ഓരോരുത്തർക്കും സ്വർഗീയ ഭവനമുണ്ട്. അവിടെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും നിത്യമായ ജീവിതം. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിൽ നമ്മൾ നിറച്ചു വെച്ചിട്ടുണ്ട്. അതിനേക്കാൾ 100 മടങ്ങധികം ആഗ്രഹം നമുക്കുണ്ടാവണം സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ. ഈ ഭൂമിയിലെ ക്ലേശങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ നമുക്കൊരു മുതൽക്കൂട്ടാണ്. സ്വർഗത്തിൽ എത്തിച്ചേരുവാനുള്ള ഒരു മുതൽക്കൂട്ടാണ് ഈ ഭൂമിയിലെ ക്ലേശങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങളൊക്കെ. അതിനെയൊക്കെ നമ്മൾ സ്നേഹത്തോടെ സ്വീകരിച്ച് സ്വർഗത്തിൽ എങ്ങനെയും എത്തിച്ചേരണമെന്നുള്ള തീവ്രമായ ആഗ്രഹം ഓരോ ദിവസവും നമുക്കുണ്ടാവണം. സ്നേഹം നിറഞ്ഞവരെ, ഒരു ഗാനം ആലപിച്ച് ഈശോയോട് നമുക്ക് അപേക്ഷിക്കാം. സ്വർഗീയ ഭവനത്തിൽ എത്തിച്ചേരുവാൻ, സ്വർഗീയ ഭവനം ധരിക്കുവാൻ കൃപ തരണമേ എന്ന് ഈശോയോട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. എല്ലാം അറിയും എൻ്റെ തമ്പുരാനേ,
ഇന്നേ ദിവസം നമ്മൾ സ്നേഹിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന തിരുവചനം വിശുദ്ധ ലൂക്ക സുവിശേഷകൻ എഴുതിയ സുവിശേഷം 12-ാമത്തെ അധ്യായം 31-ാമത്തെ വാക്യമാണ്. വാക്യം ഇപ്രകാരമാണ്: നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുവിൻ, ഇവയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുവിൻ, ഇവയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും. സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ ലൂക്കായി സുവിശേഷങ്ങളിലൂടെ ഈശോ നമ്മളോട് അരുളി ചെയ്യുകയാണ്, നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുവിൻ, രാജ്യം അന്വേഷിക്കുവിൻ. ഈ ഭൂമിയിലെ അനുദിന നമ്മുടെ ജീവിതത്തിൽ പലതും നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. വ്യക്തികളിൽ നിന്നുള്ള സ്നേഹം, വസ്തുക്കൾ സ്വന്തമാക്കുവാൻ, അധികാരം, പണം, അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഏതെങ്കിലും ഒരു ദിവസത്തിൽ പൂർണ്ണമായ ആഗ്രഹത്തോടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ വേണ്ടി ഞാൻ എങ്ങനെ ജീവിക്കണം എന്നുള്ള അന്വേഷണങ്ങൾ ഞാൻ നടത്താറുണ്ടോ? സ്വർഗരാജ്യത്തെ പറ്റി ഞാൻ സ്വപ്നം കാണാറുണ്ടോ? സ്വർഗരാജ്യത്തിൽ ഞാൻ പ്രവേശിക്കുന്നതായിട്ടുള്ള സ്വപ്നങ്ങൾ ഞാൻ കാണാറുണ്ടോ എന്ന് ഒന്ന് ഓർത്തു നോക്കണം. നാളത്തെ ദിവസത്തിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തിയാണ്, നമ്മുടെ അധരങ്ങളിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൾക്കും, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഓരോ പ്രവൃത്തികളും ആഗ്രഹങ്ങളും അതിൻ്റെ മുൻപിൽ ഒരു അന്വേഷണം വെക്കണം. സ്വർഗരാജ്യം സ്വന്തമാക്കാൻ പറ്റുന്ന വാക്കുകളാണോ എൻ്റെ നാവിൽ നിന്ന് ഞാൻ പുറപ്പെടുവിക്കുന്നത്? സ്വർഗരാജ്യം സ്വന്തമാക്കുവാൻ വേണ്ടിയുള്ള പ്രവൃത്തികളാണോ ഞാൻ ചെയ്യുന്നത്? സ്വർഗരാജ്യം സ്വന്തമാക്കുവാൻ പറ്റുന്ന തരത്തിലുള്ള ചിന്തകൾക്കാണോ എൻ്റെ ഉള്ളിൽ ഞാൻ രൂപം കൊടുക്കുന്നത് എന്ന് ചിന്തിച്ച് സ്വർഗരാജ്യത്തിന് വേണ്ടി ജീവിക്കാം ഈ ഭൂമിയിൽ. നാളെ ഇത് നമ്മുടെ പ്രവൃത്തിയായിട്ട് മാറട്ടെ. ഈ വചനത്തെ സ്നേഹിച്ചുകൊണ്ട് രാത്രി നമുക്ക് കിടന്നുറങ്ങാം. വചനം ഇതാണ്: നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുവിൻ, ഇവയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും. ഈ വചനത്തെ സ്നേഹിച്ചുകൊണ്ട്, ഈശോയുടെ തിരുമുഖത്തെ ആരാധിച്ച് സ്നേഹിച്ചുകൊണ്ട് ഇന്നേ ദിവസം നമുക്ക് ഉറങ്ങുവാനായിട്ട് പോകാം. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കണ്ണുകൾ അടച്ച് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ,